തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF. ആകെ 28 ഡിവിഷനുകളിൽ 21ഇടത്ത് CPIM-ഉം 4ഇടത്ത് CPI-യും 3 സീറ്റുകളിൽ ഘടകകക്ഷികളുമാണ് മത്സരിക്കുന്നത്. കിളിമാനൂർ ഡിവിഷനിലെ 21കാരി ഫാത്തിമ ഹിസാനയാണ് പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ ഒരുപടി മുന്നേറുകയാണ് LDF. തിരുവനന്തപുരത്ത് കോർപ്പറേഷന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും LDF പൂർത്തിയാക്കി. ജില്ലാ പഞ്ചായത്തിലെ 28 ഡിവിഷനുകളിൽ 21ഇടത്ത് CPIM-ഉം 4ഇടത്ത് CPI-യുമാണ് മത്സരിക്കുന്നത്. ജനതാദൾ S, RJD, കേരള കോൺഗ്രസ് M എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കുന്നു. സ്ഥാനാർത്ഥികളെ CPIM ജില്ലാ സെക്രട്ടറി V. ജോയ് MLA പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 28 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. CPIM 21 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. CPI 4 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ജനതാദൾ S 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. RJD 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് M 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ 8 സീറ്റുകളിൽ 7 സീറ്റുകളിൽ ഘടകകക്ഷിയും 21 സീറ്റുകളിൽ CPIM-ഉമാണ് മത്സരിക്കുന്നത്. നാവായിക്കുളം ഡിവിഷനിൽ CPIM-ന് വേണ്ടി മത്സരിക്കുന്ന BP മുരളിയാണ് കൂട്ടത്തിൽ പ്രായം കൂടിയ സ്ഥാനാർത്ഥി. കിളിമാനൂർ ഡിവിഷനിൽ SFI ഏരിയ പ്രസിഡന്റ് കൂടിയായ 21കാരി ഫാത്തിമ ഹിസാനയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. കിളിമാനൂർ സീറ്റ് UDF-ൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് ഫാത്തിമ ഹിസാന. പ്രതീക്ഷയുണ്ട്, നമുക്ക് ജയിക്കണം, അതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം അവിടുത്തെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് ആണ്. സോ ആ UDF-ൽ നിന്ന് നമുക്ക് ആ സീറ്റ് തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി ഇറങ്ങി നിൽക്കുവാണ്. കോർപ്പറേഷനിലേക്ക് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF പ്രചരണത്തിൽ ഒരുപടി മുന്നിലെത്തി കഴിഞ്ഞു. അതേസമയം UDF-നും BJP-ക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രഖ്യാപിച്ച ഇടങ്ങളിലെ തർക്കങ്ങൾ അവസാനിച്ചിട്ടുമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.